ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റെസിപ്പീസ് റീകുക്ക്ഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. മൈദയോ കോൺഫ്ലവറോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ സിമ്പിളായിട്ട് ബേസിക് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് ചിക്കൻ വറുത്തെടുക്കുന്നത്. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിലും ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നല്ല മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ടാണ് ചിക്കൻ മുറിച്ചെടുത്തിട്ടുള്ളത്. ഒത്തിരി വലിയ കഷ്ണങ്ങളും അല്ല, എന്നാൽ തീരെ ചെറിയ കഷ്ണങ്ങളും അല്ല. കൂടാതെ എല്ലുള്ള ചിക്കൻ പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കൻ ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഈ ചിക്കനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്. 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളകും ചേർത്ത് ചതച്ചെടുത്തതാണിത്. ഇതിലോട്ടിനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ചേർക്കാം. ഞാനിവിടെ ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന ചിക്കൻ മസാല ഏതായാലും അത് മതി. ഇതിലോട്ട് ഞാനിനി 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത് കൊണ്ട് ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു കളറ് കിട്ടും. എരിവിൻ്റെ താല്പര്യം അനുസരിച്ചിട്ട് പച്ചമുളകിൻ്റെയും മുളക് പൊടിയുടെ അളവിൽ മാറ്റം വരുത്തുക. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു നാരങ്ങയുടെ നീരൂടി ചേർക്കാം. വലിയ നാരങ്ങ ആണെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്താൽ മതി. ഇനി നാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ ചേർത്താലും മതി. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. വലിയ ചിക്കൻ പീസ് ആണെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പം മാരിനേഷനൊക്കെ പിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. മസാലയൊക്കെ ചിക്കനിലോട്ട് നമുക്ക് ഇതുപോലെ നന്നായിട്ട് പുരട്ടിയെടുക്കാം. അപ്പോൾ ഇവിടെ ചിക്കനിലോട്ട് മസാലയൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പും എരിവും ഒക്കെ നോക്കിയിട്ട് താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് അത്യാവശ്യം ഉപ്പും എരിവും ഒക്കെ ഉണ്ടെങ്കിലാണ് ചിക്കൻ വറുത്ത് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പും എരിവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് വറുത്തെടുക്കാം. അല്ലെങ്കിൽ ഓവർനൈറ്റ് മാരിനേഷന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. മിനിമം ഒരു അരമണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അത്രയും നല്ലത്. ഉപ്പും എരിവും ഒക്കെ ചിക്കനിലോട്ട് പിടിക്കാനും ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനായിട്ടുള്ളൊരു സമയം കിട്ടും. ഇപ്പോൾ ഇതിൽ നിന്ന് പകുതി എടുത്ത് ഞാൻ വറക്കുവാണ്. ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളത്തേക്ക് മാറ്റി വെക്കുവാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ താല്പര്യം അതുപോലെ ചെയ്യാം. ഇനി ചിക്കൻ വറുത്തെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് എണ്ണ ചൂടാകാനായിട്ട് വെക്കാം. എണ്ണ അത്യാവശ്യം നല്ല ചൂടാകണം. ചൂടെണ്ണയിലോട്ട് ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത്രയും എണ്ണയിൽ വറുത്തെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എണ്ണ കുറച്ചെടുത്താലും മതിയാകും. ഷാലോ ഫ്രൈ ചെയ്യുവാണെങ്കിൽ ചിക്കൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ചിക്കൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറുക്കുന്നത്. ശേഷം മീഡിയം ലോ ഫ്ലെയിമിലേക്ക് ആക്കും. ചിക്കൻ ആവശ്യത്തിന് വെന്ത് വരുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ചിക്കൻ വാങ്ങുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ചിക്കൻ നല്ല പാകത്തിന് വെന്ത് അകമേ നല്ല സോഫ്റ്റ് ആയിട്ടും പുറമേ നല്ല മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ടും കിട്ടും. ചിക്കൻ സൺഫ്ലവർ ഓയിലിലോ വെളിച്ചെണ്ണയിലോ വറുത്തെടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ചിക്കനും വറുത്തെടുക്കാം. ചിക്കൻ വറക്കുമ്പോൾ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് വറക്കുവാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വ്ലോഗിലൂടെ മറ്റൊരു റെസിപ്പിയുമായി കാണാം. Till then, take care and thanks for watching Recipes Recooked.